പണ്ടൊക്കെ പറയൂലേ മൂട്ടിൽ വെയിൽ തട്ടിയിട്ടും എണീറ്റില്ലേ എന്ന്, ആ ഒരു അവസ്ഥയാണ് ഇന്ന്. സ്കൂളില്ലാത്തതുകൊണ്ട് എന്നെ മൂട്ടിൽ വെയിൽ തട്ടിയിട്ടാണ് കിച്ചു എണീറ്റത്. കണ്ടില്ല ആ ഒരു ഇളം വെയിൽ ജനാലയിൽ കൂടെ അടിക്കുന്നത്. ഞങ്ങളോട് മതി ഉറങ്ങിയത്, എണീറ്റ് വാന്നും പറഞ്ഞുകൊണ്ടാണ് മിലു നിൽക്കുന്നത്. ഞാൻ കഴുകി വന്നതാണ്, തലയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കിച്ചുവിൻ്റെ കൂടെ കുറച്ച് സമയം പൊതിച്ച് കിടക്കാന്ന് പറയുമ്പോഴത്തേക്കും മിലു സമ്മതിക്കുന്നില്ല. നമ്മുടെ ആ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ തന്നെ അവളിങ്ങനെ കടിച്ച് പറിച്ച് വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ്. ഇന്നലെ കിച്ചു എന്നോട് പറഞ്ഞതായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കണം എന്നുള്ളത്. ഞാൻ കുറേ മാസങ്ങളായിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട്. കൂടുതലും പുട്ട്, ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. വല്ലപ്പോഴും ഞാൻ ദോശ ഉണ്ടാക്കാറുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറേ നാളായതുകൊണ്ട് അവന് കഴിക്കാൻ വല്ലാത്ത പൂതിയായിരുന്നു. ഈ ഇഡ്ഡലി കൊണ്ട് എറിഞ്ഞാൽ ആള് തട്ടിപ്പോകുന്ന പരുവത്തിലുള്ള ഇഡ്ഡലി ആവോ എന്നുള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും സംഭവം കൊള്ളായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് തക്കാളി ചമ്മന്തിയായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഏട്ടന്റെ ചട്നിയാണ് ഇഷ്ടം, തേങ്ങാ ചട്നി. ചമ്മന്തി ഏട്ടന് ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ഒരു നിവൃത്തിയില്ല, തേങ്ങ ഇവിടെ തീർന്നിരിക്കുക. ഞങ്ങൾ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഏട്ടന്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന തേങ്ങയാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിസ്മസ് വെക്കേഷന് പോയിട്ട് വേണം ഇനി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരാനായിട്ട്. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. ഇവനെ കണ്ടപ്പോ തൊട്ട് മിലു ഇവിടെ പേടിച്ച് വിറച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വികൃതി കുട്ടനാണ്. മിലുവിന്റെ കൂട്ടിനകത്ത് തലയിട്ട് അവൻ കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. മിലു പേടിച്ചൊരു മൂലയ്ക്ക് നിൽക്കാട്ട് ചിക്ക് വിളിച്ചിട്ട് മിലു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഗുസ്തി പിടിക്കാനൊക്കെ മിലുവിന് ധൈര്യമുള്ളൂ. പുറത്തുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കാണിക്കുമെങ്കിലും ഞങ്ങളുടെ പുറകെ നിന്നിട്ടാണ് അവളുടെ കുര. നമ്മുടെ പുറകിൽ നിന്ന് മാറി നിന്ന് കുറയ്ക്കുകയും ചെയ്യുള്ളൂ, ആരുടെ അടുത്ത് പോവില്ല. അങ്ങനെ ചിക്കുവിനൊന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പൊ അവളെയൊക്കെ തന്നെ റെഡി ആക്കിയിട്ട് അവൾക്ക് ഇതേ കഴിക്കാനായിട്ട് കൊടുക്കും. അവളോടൊപ്പം തന്നെ ഞങ്ങളും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചിക്കുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് വിടാനായിട്ട് പോവാണ്. ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഏട്ടൻ മുടി വെട്ടാനായിട്ട് പോയതായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ തന്നെ കൊണ്ടുവിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ 2 മക്കളെയും കൂട്ടി ഞാൻ ഈ വണ്ടിയിൽ കയറി പോവാണ്. വീതി കുറഞ്ഞ റോഡാണ് ആ വഴി പോകുമ്പോഴത്തേക്കും, അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഓപ്പോസിറ്റ് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അങ്ങനെ ഞാൻ 2ാമത്തെ തവണ കേട്ടോ ചിക്കുവിനെ കൊണ്ടാക്കാനായിട്ട് വരുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നവരും പോണവരും ഒക്കെ അറിഞ്ചും പുറഞ്ചും എന്നെ തെറി വിളിക്കുകയായിരുന്നു. ഞാനിങ്ങനെ സ്ലോയിൽ പോകണോണ്ട് പുറകിൽ ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. കടക്കങ്ങോട്ട് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുമായിരുന്നു. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പോകെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിക്കുവിനെ ക്ലാസ്സിനകത്ത് കൊണ്ടിരുത്തിയിട്ട് ഇതേ കിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി എൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. ഇതേ അവിടെ നിന്ന് നിർത്തിയിട്ട് ആ ഡ്രസ്സ് ഒന്ന് ആ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ തരും. ദേ കിച്ചുവിനെ കൈ കൊടുക്കുന്നുണ്ടോ. നമ്മുടെ മിലു നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുന്നേ വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയോ, പട്ടീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ ഓട്ടമാണ്. അതൊക്കെ മാറിയിട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.